പരാജയപ്പെട്ടവർക്കായിട്ടുള്ള ഒരു ഏണിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2025 നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരുപാട് അവസരങ്ങളിൽ റെഡ് കളറിൽ കണ്ട അവസരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ഹാർഡ് ആൻഡ് മണി നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇല്ലാതായി തീരുന്നത് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ട ആ ഒരു സമയം. കയ്യിലുള്ള കാശ് മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസ് കൂടിയാണ് അന്ന് തകർന്നു വീണത്. എല്ലാം തീർന്നു എന്ന് ഒരു നിമിഷമെങ്കിലും തോന്നിപ്പോയോ? എന്നാൽ ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ വീഴ്ചയും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, പുതിയൊരു പാഠമാണ്. ആ നഷ്ടങ്ങളിൽ നിന്ന് പഠിച്ച് കൂടുതൽ കരുത്തോടെ എങ്ങനെ തിരിച്ചു വരാം എന്ന് പറഞ്ഞു തരുന്ന ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് ആണ് ഈ വീഡിയോ. 2025 ആഘാതത്തിൽ നിന്ന് കരകയറാൻ അടുത്ത അവസരത്തിനായിട്ട് തയ്യാറെടുക്കാനും നിങ്ങളെ സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ വഴികൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. ആദ്യമായിട്ട് നമുക്ക് ആ ഒരു റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കാം. 2025 മാർക്കറ്റ് ഇടിവ് പലർക്കും വലിയൊരു തിരിച്ചടിയായിരുന്നു. വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതായി. ആ ഒരു ഭയവും ആശങ്കയും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മളെല്ലാവരും പലപ്പോഴും ഇമോഷണൽ ഡിസിഷൻസ് എടുക്കാറുണ്ട്. ഒന്നുകിൽ പേടിച്ച് കയ്യിലുള്ളതെല്ലാം വിറ്റ് ലോസ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു ചെറിയ കറക്ഷൻ ആണ്, ഇപ്പൊ ശരിയാകും എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കും. അതുമല്ലെങ്കിൽ ആവറേജ് ചെയ്ത് കൂടുതൽ പണം പമ്പ് ചെയ്ത് കൂടുതൽ ലോസ് ഉണ്ടാക്കും. ഈ വഴികളെല്ലാം നമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കാനാണ് സാധ്യത. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം മാർക്കറ്റിൽ കയറ്റവും ഇറക്കവും ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ആ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതിലാണ് കാര്യം. വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ നഷ്ടം സംഭവിച്ചു എന്ന് വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനും ശാന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ ആലോചിക്കാനുമുള്ള സമയമാണിത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് എടുത്തു നോക്കൂ. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? ഒരുപക്ഷെ നിങ്ങൾ ഒരേ സെക്ടറിലോ അല്ലെങ്കിൽ 1-2 സ്റ്റോക്കുകളിലോ മാത്രം കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ലോസ് ലിമിറ്റ് ചെയ്യാനുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാത്തതായിരിക്കും ഒരുപക്ഷെ കാരണം. ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരു പഠനവും നടത്താതെ ചില സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു തെറ്റുകൾ തിരിച്ചറിയുന്നതാണ് തിരിച്ചുവരവിലേക്കുള്ള ആദ്യത്തെ പടി. കാരണം ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, ഓരോ വലിയ തകർച്ചയ്ക്ക് ശേഷവും മാർക്കറ്റ് ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു തിരിച്ചുവരവിനെ ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പഴയ തെറ്റുകളിൽ നിന്ന് നമ്മൾ നല്ല പാഠം പഠിച്ചേ മതിയാവും. പേടിയോടെയല്ല, മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ ഇതിനെ സമീപിക്കണം. ഒരു നോട്ട് ബുക്കും പേനയും എടുത്ത് നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെന്റിനെയും നമുക്ക് കീറി മുറിച്ച് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ പരിശോധിക്കുക. നിങ്ങളുടെ മുഴുവൻ പണവും ഇക്വിറ്റിയിൽ മാത്രമാണോ, അതോ ബോണ്ടുകൾ, സ്വർണം, റിയൽ എസ്റ്റേറ്റ് ഇതുപോലെയുള്ള അസറ്റുകളിലേക്ക് പണം വിഭജിച്ചിട്ടുണ്ടായിരുന്നു? ഒരു അസറ്റ് ക്ലാസ് താഴേക്ക് പോകുമ്പോൾ മറ്റുള്ളവ നമ്മുടെ പോർട്ട്ഫോളിയോയെ സപ്പോർട്ട് ചെയ്യും. 2025 ഇടിവിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ അസറ്റ് അലോക്കേഷനുകളിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ നോക്കാം. ഇനി ഇക്വിറ്റിയിൽ തന്നെ നിങ്ങൾ ഒരേ സെക്ടറിലെ സ്റ്റോക്കുകളിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് 2025 ക്രാഷിൽ ചില സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ 7 മുതൽ 15% വരെ ഇടിഞ്ഞിരുന്നു. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കൂടുതലും അത്തരം സ്റ്റോക്കുകളായിരുന്നെങ്കിൽ നഷ്ടം വലുതായിരിക്കും. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിങ്ങനെയും IT, ബാങ്കിങ്, ഫാർമ, FMCG ഇതുപോലെയുള്ള വിവിധ സെക്ടറുകളിലെയും നിങ്ങളുടെ നിക്ഷേപം സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് പരിശോധിക്കുക. ഇത് ഒരു പ്രത്യേക സെക്ടറിലെ തകർച്ചയിൽ നിന്ന് നമ്മളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ സഹായിക്കും. മൂന്നാമതായിട്ട് നിങ്ങളുടെ പെരുമാറ്റത്തെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ബൈയിങ്ങിനെയും സെല്ലിങ്ങിനെയും പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ ആവേശത്തിൽ വാങ്ങിക്കൂട്ടിയത്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ പേടിച്ച് ഏറ്റവും താഴ്ന്ന വിലയിൽ വിറ്റൊഴിഞ്ഞു. നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങളാണോ നഷ്ടത്തിന് കാരണമായത്? ഇത് സത്യസന്ധമായിട്ട് വിലയിരുത്തുക. സ്റ്റോപ്പ് ലോസ് പോലെയുള്ള റിസ്ക് മാനേജ്മെന്റ് ടൂളുകൾ ഉപയോഗിച്ചിരുന്നു, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ അടുത്ത ഇൻവെസ്റ്റ്മെന്റ് യാത്രയിൽ വഴികാട്ടിയായി. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, മറിച്ച് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തിരുത്തലിന്റെ വഴിയാണ്. നമ്മുടെ പേഴ്സണൽ ലോസുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മാർക്കറ്റ് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്ന് വലിയ ഒരു ചിത്രവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് പ്രതീക്ഷ നൽകുകയും അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. 2025 തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന്റെ തിരിച്ചുവരവിന് പല ഘടകങ്ങളും സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടൽ. പലിശ നിരക്കുകളിൽ വലിയ കുറവ് വരുത്തിയില്ലെങ്കിലും മാർക്കറ്റിൽ ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉറപ്പാക്കാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും RBI ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ലഭിക്കാനും അതുവഴി സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് സിഗ്നൽ നൽകാനും സഹായിച്ചു. രണ്ടാമതായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇക്കണോമിക് സ്റ്റിമുലേഷൻ പാക്കേജുകൾ, ഇൻഫ്രാസ്ട്രക്ചർ പാക്കേജുകൾ, പ്രോജക്റ്റുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയത് സാമ്പത്തിക വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരുടെ കയ്യിൽ കൂടുതൽ പണം എത്താനും അവർ സാധനങ്ങൾ വാങ്ങാനും അതുവഴി കമ്പനിയുടെ വിൽപ്പനയും ലാഭവും വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്.
മൂന്നാമതായിട്ട് ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കാനുള്ള തുടർ നടപടികളും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പുതിയ നയങ്ങളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഒഴുകിയെത്താൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടങ്ങളെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ കമ്പനികളുടെ പ്രകടനത്തിൽ മെച്ചമുണ്ടായി എന്ന് പറയാതെ വയ്യ. അടുത്ത ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ കമ്പനികളുടെ ഏർണിംഗ്സ് വർഷം തോറും 10 മുതൽ 15 വരെ ഗ്രോത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാർക്കറ്റിന് പുതിയ ഊർജ്ജം നൽകുന്നുണ്ട്. തകർച്ചയ്ക്ക് ശേഷം സ്റ്റോക്കുകളുടെ വില ആകർഷണീയമായ നിലയിലേക്ക് താഴ്ന്നത് പുതിയ നിക്ഷേപകർക്ക് മാർക്കറ്റിലേക്ക് വരാൻ മികച്ച അവസരങ്ങൾ നൽകി. ഈ ഒരു വലിയ ചിത്രം മനസ്സിലാക്കുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപ തീരുമാനങ്ങളെ കൂടുതൽ മികച്ചതാക്കാൻ സഹായിച്ചേക്കും. ഇനി നമുക്ക് യുവർ ബ്ലൂ പ്രിന്റ് ടു റിക്കവറി പ്രാക്ടിക്കൽ സ്ട്രാറ്റജി, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിക്കവറി ചെയ്യാൻ കഴിയും? നമ്മൾ നഷ്ടങ്ങൾ അനാലിസിസ് ചെയ്ത് മാർക്കറ്റിന്റെ തിരിച്ചുവരവിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി ഇനി എങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയെ വീണ്ടെടുക്കാം എന്നതിനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസിലേക്ക് നമുക്ക് കടക്കാം. ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാജിക് അല്ല, മറിച്ച് അച്ചടക്കത്തോടെ പിന്തുടരേണ്ട ഒരു പദ്ധതിയാണ്. ആദ്യത്തെ സ്ട്രാറ്റജി 20% ക്യാഷ് റൂൾ. വിദഗ്ധർ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം, ഏകദേശം 20% എങ്കിലും എപ്പോഴും ക്യാഷ് ആയിട്ട് കയ്യിൽ കരുതുക. 2025 പോലെയുള്ള മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിയുമ്പോൾ ഇത് അവസരങ്ങൾ മുതലെടുക്കാൻ നമ്മളെ സഹായിക്കും. നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ വില കുറഞ്ഞു കിട്ടുമ്പോൾ വാങ്ങണം. ഈ ഒരു പണമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. മാർക്കറ്റ് തകരുമ്പോൾ എല്ലാവരും വിൽക്കാൻ തിടുക്കം കാണിക്കുമ്പോൾ കയ്യിലുള്ള പണം കൊണ്ട് ഒരു നിക്ഷേപകന് ധൈര്യത്തോടെ വാങ്ങാൻ കഴിയും. രണ്ടാമത്തെ സ്ട്രാറ്റജി സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങളുടെ സേഫ്റ്റി നെറ്റ് എന്നുള്ളതാണ്. പല റീറ്റെയിൽ നിക്ഷേപകരും വരുത്തുന്ന വലിയൊരു തെറ്റാണിത്. ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ എത്ര രൂപ നഷ്ടം സഹിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. ആ ഒരു വിലയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ നൽകുകയും ചെയ്യുക. ഇത് നമ്മുടെ വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. ഒരു സ്റ്റോക്കിന്റെ വില ഇടിയാൻ തുടങ്ങുമ്പോൾ അത് തിരിച്ചു കയറും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത് വലിയ നഷ്ടങ്ങൾ വരുത്തും. അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സ്റ്റോപ്പ് ലോസ് ഒരു സേഫ്റ്റി കാർഡ് പോലെ പ്രവർത്തിക്കും. അസ്ഥിരമായിട്ടുള്ള മാർക്കറ്റുകളിൽ സ്റ്റോപ്പ് ലോസിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് എല്ലാ സാമ്പത്തിക വിദഗ്ധരും എടുത്തു പറയാറുണ്ട്. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജി മികച്ച സെക്ടറുകൾ, മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ്. എല്ലാ പണവും ഒരേ സെക്ടറിൽ നിക്ഷേപിക്കരുത്. തകർച്ചയ്ക്ക് ശേഷം ചില സെക്ടറുകൾ മറ്റുള്ളവയേക്കാൾ വേഗത്തിൽ തിരിച്ചു വരും. ഉദാഹരണത്തിന് 2025 വീണ്ടെടുക്കൽ സമയത്ത് IT സെക്ടർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിച്ചത് TCS പോലെയുള്ള കമ്പനികൾക്ക് ഗുണകരമായിട്ട് മാറി. അതുപോലെ ഫാർമ, കൺസ്യൂമർ ഗുഡ്സ്, ഡിഫൻസീവ് സെക്ടറുകൾക്ക് മാർക്കറ്റിലെ തകർച്ചയെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക, കാരണം അവയുടെ ഒരു ഫ്ലക്ച്വേഷൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്ത സ്ട്രാറ്റജി വാല്യുവേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ്. 2025 തകർച്ചയുടെ സമയത്ത് മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും അവയുടെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്നു. ഒരു കമ്പനി എത്ര നല്ലതാണെങ്കിലും അതിന്റെ സ്റ്റോക്ക് അമിതമായി വിൽക്കുന്നത് നഷ്ടസാധ്യത കൂട്ടും. ന്യായമായ വിലയുള്ള എന്നാൽ സ്ഥിരമായ വരുമാനം നൽകുന്ന കമ്പനികളെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കമ്പനിയുടെ PE റേഷ്യോ, ബുക്ക് വാല്യൂ പോലെയുള്ള മെട്രിക്സ് പരിശോധിച്ച് സ്റ്റോക്സിന്റെ മൂല്യം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അടുത്ത സ്ട്രാറ്റജി പവർ ഓഫ് ലോങ് ടേം ഗ്രോത്ത്. മാർക്കറ്റിലെ ചെറിയ ഇടിവുകളിൽ പേടിച്ചു വിൽക്കുന്നത് ദീർഘകാല നിക്ഷേപകർക്ക് ചേർന്നതല്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം ശക്തമാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കമ്പനിയുടെ ഏർണിംഗ്സ് 10 മുതൽ 15% വരെ വളരുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഈ വളർച്ചയുടെ ഗുണം ലഭിക്കണമെങ്കിൽ നിങ്ങളും ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തണം. നല്ല കമ്പനികളിൽ നിക്ഷേപിച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ മാർക്കറ്റിലെ താൽക്കാലിക തകർച്ചകൾ നിങ്ങളുടെ സമ്പത്തിനെ ഇല്ലാതാക്കില്ല, മറിച്ച് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള അവസരങ്ങളായിട്ട് മാറും. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ദീർഘകാല നിക്ഷേപകരുടെ കാഴ്ചപ്പാടിലാണ്. എന്നാൽ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം 2025 പോലെയുള്ള തകർച്ച വലിയ അവസരങ്ങൾക്കൊപ്പം ഒരു വലിയ നഷ്ടസാധ്യതകളും നൽകുന്നുണ്ട്. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ റിക്കവറി ഘട്ടത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാർക്കറ്റിന്റെ പ്രധാന ഇൻഡെക്സുകളായിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ ക്രിട്ടിക്കൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ഉദാഹരണത്തിന് തകർച്ചയ്ക്ക് ശേഷം നിഫ്റ്റി 24,700 താഴേക്ക് പോയെങ്കിലും ആ നിലവാരങ്ങളിൽ നിന്ന് മാർക്കറ്റ് തിരികെ കയറാൻ ശ്രമിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ കഴിഞ്ഞു. ഈ ലെവലുകൾ മനസ്സിലാക്കി ട്രേഡ് പ്ലാനുകൾ ചെയ്യാവുന്നതാണ്. ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ അത് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനാണോ ഷോർട്ട് പൊസിഷൻസ് എടുക്കാനാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു സിഗ്നൽ ആയി കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ട്രേഡർമാർക്ക് സ്റ്റോപ്പ് ലോസ് ഒരു ഓപ്ഷൻ അല്ല, അതൊരു നിർബന്ധമാണ്. ഇറ്റ് ഈസ് മസ്റ്റ്. അത് മാർക്കറ്റിലെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ നിന്ന് നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാൻ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി മുൻകൂട്ടി നിശ്ചയിക്കുന്ന ട്രേഡിംഗ് പ്ലാനുകൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. വാർത്തകളെയും അതുപോലെ തന്നെ പല കിംവദന്തികളെയും ആശ്രയിച്ച് ട്രേഡ് ചെയ്യാതെ ടെക്നിക്കൽ ചാർട്ടുകളും ഡാറ്റയും വിശകലനം ചെയ്ത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഓർക്കുക, ട്രേഡിംഗിൽ ലാഭം പോലെ തന്നെ പ്രധാനമാണ് നഷ്ടം കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. 2025 ക്രാഷിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? അതുപോലെ തന്നെ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം? ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. നിങ്ങളുടെ അനുഭവം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം.
പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സംസാരിച്ച മെയിൻ പോയിന്റ് ഒന്നുകൂടി നോക്കാൻ. 2025 മാർക്കറ്റ് ക്രാഷ് ഒരു ദുരന്തമായിട്ട് കാണാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് കാണുക. അത് നിങ്ങളുടെ നഷ്ടങ്ങളെ ഇമോഷണൽ ആയിട്ട് സമീപിക്കാതെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതൊരിക്കലും പേടിയോടുകൂടി ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കാനുള്ള മടി കൊണ്ട് നോക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും ആ ഓരോ മിസ്റ്റേക്കുകളും നിങ്ങൾ കീറി മുറിച്ച് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ നഷ്ടങ്ങളെ ഇമോഷണൽ ആയിട്ട് സമീപിക്കാതെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ അസറ്റ് അലോക്കേഷനും ഡൈവേഴ്സിഫിക്കേഷനും ശരിയായിരുന്നു എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട്, മാർക്കറ്റിന്റെ തിരിച്ചുവരവിന് കാരണമായ സാമ്പത്തിക ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് നൽകും. മൂന്നാമതായിട്ട്, വ്യക്തമായ റിക്കവറി പ്ലാൻ ഉണ്ടാക്കുക. കയ്യിൽ എപ്പോഴും ക്യാഷ് കരുതുക. സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. നല്ല സെക്ടറുകളിലും റീസണബിൾ വാല്യുവേഷനിലുമുള്ള സ്റ്റോക്കുകളിലും ഫോക്കസ് ചെയ്യുക. ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടങ്ങൾ സാധാരണമാണ്. എന്നാൽ ആ നഷ്ടങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് അവസാനം വിജയിക്കുന്നത്. ഭയത്തിൽ നിന്ന് വിവേകത്തിലേക്ക്, നഷ്ടങ്ങളിൽ നിന്ന് പുതിയ പാഠങ്ങളിലേക്ക്, നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു കംബാക്കിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങളുടെ നിക്ഷേപ യാത്രയിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.